Welcome to Dhiya's world. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് റവ ഊത്തപ്പമാണ്. നമുക്ക് തലേന്ന് മാവ് അരച്ച് വെക്കാതെ അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ അരമണിക്കൂറിൽ ഈ ഇൻസ്റ്റൻറ്റ് റവ ഊത്തപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെയുള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് റവ ഊത്തപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം അരിമാവാണ് എടുത്തേക്കുന്നത്. ഈ അരിമാവ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ക്രിസ്പിനെസ്സിനും ഒരു ടെക്സ്ചറിനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ അരിമാവ് ചേർക്കുന്നത്. അരിമാവ് ഇല്ലാതെ റവ മാത്രം യൂസ് ചെയ്ത് തൈരും കൂടി യൂസ് ചെയ്ത് നമുക്ക് ഈ സെയിം പ്രൊസീജിയറിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം റവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 ടീസ്പൂണോളം തൈരാണ് ചേർക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫുൾ ഫാറ്റ് തൈരാണ്. അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഈ സോഡ മാവും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ മാവ് പുളിക്കാൻ വയ്ക്കാത്തതുകൊണ്ടാണ് ഞാനൊരു ഇത് ചേർക്കുന്നത്, അതല്ലെങ്കിലും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ചേർക്കുക. ഇനി ഇതിനെ നല്ലോണം വെള്ളം ചെറുതായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ കൊണ്ടുവരണം. ഇത് ദോശമാവിനെക്കാട്ടും കുറച്ച് എക്സ്ട്രാ വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കണം. റവ നമുക്ക് ഒരു അരമണിക്കൂർ വയ്ക്കുമ്പം അത് വെള്ളം കൂടുതൽ അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം എക്സ്ട്രാ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നല്ലോണം വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. അതിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകും ചെറിയ പീസ് ക്യാപ്സിക്കമും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുതിനയും ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ഒരു പകുതി തക്കാളിയും അതിൻ്റെ കൂടെ ഒരു പകുതി സവാളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിതിനകത്തൊന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ പുറത്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ കഴിയുമ്പം അതിനെ ദോശയായിട്ട് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശയായിട്ട് ചെറുതായിട്ട് ഒഴിച്ചെടുക്കണം. നമ്മൾ ദോശയായിട്ട് ഒഴിക്കുമ്പം വളരെ തിന്നാവാൻ പാടില്ല, എന്നാൽ ഇളക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് ഒഴിച്ചെടുക്കുക. തിക്കായിട്ട് ഒഴിക്കുമ്പം 2 സൈഡും വേവാൻ വേണ്ടി 1-2 മിനിറ്റ് വരെ വയ്ക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ ഊത്തപ്പം റെഡിയായി കഴിഞ്ഞു. ഈ റവ ഊത്തപ്പം ചട്നിയുടെ കൂട്ടത്തിലും കഴിക്കാവുന്നതേ ഉള്ളൂ. തക്കാളി ചട്നിയോ അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ റവ ഊത്തപ്പം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യാനും മറക്കല്ല. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ until then it's bye from Dhiya's world.